പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയെ കാണാത്തതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് നന്ദുവും അതുപോലെ തന്നെ അനന്തപുരിയിലുള്ള എല്ലാവരും. അനിക്കായിട്ടുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അനി എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അനിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടായിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അനാമിക നമ്മുടെ ജലജയോട് കുറ്റം പറയുന്നുണ്ട്. അത് അനി പോയിരിക്കുന്നത് വേറെ ഒരിടത്തും ആയിരിക്കില്ല, ആ നന്ദുവിനെ കാണാനായിരിക്കും. അവർ തമ്മിൽ ഇനി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ, ടൂറ് പോയിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. അവന് വിശ്വസിക്കാൻ പറ്റില്ല. അവൾ പിന്നെ അവൻ്റെ പിന്നാലൊന്നും ഒഴിയുന്നുമില്ലല്ലോ. സ്റ്റേഷനിൽ വരെ അവരുടെ പ്രണയം തുടരുകയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ, അവൻ്റെ എല്ലാതും ഞാൻ നിർത്തിത്തരാം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ജാനകി പറയുന്നുണ്ട്. ആ സമയത്ത് അജയൻ കേട്ടോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ സമയത്തും അനിയെ കാണാതിരിക്കുന്ന സമയത്തും നിനക്ക് കുറ്റം പറയുന്ന സ്വഭാവം നിർത്താനായില്ലേ? അല്ലെങ്കിലും നിൻ്റെ ഭർത്താവ് പോയതിൽ നിനക്ക് ഒരു സങ്കടവും ഇല്ലല്ലോ. നിൻ്റെ മനസ്സിലുള്ളത് വേറെ ചിലതാണല്ലോ, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അജയൻ. അങ്ങനെ പിന്നീട് നയനയും ആദർശമൊക്കെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇതിൻ്റെ പിന്നിലുള്ള ഓട്ടപ്പാച്ചിലാണ്. നമ്മുടെ അനിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നൊക്കെ. അതുപോലെ തന്നെ നന്ദുവും പല പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ച് പറഞ്ഞിട്ട് എല്ലാവരോടും അനിക്കായിട്ടുള്ള തിരച്ചിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് പറയുകയും അനിയുടെ ഫോട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദുവിന് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. എന്നിട്ട് ഹലോ മാഡം, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെയിൽപാളത്തിൻ്റെ അടുത്ത് ഒരു മൃതദേഹം കണ്ടു. മാഡം ടെൻഷനാവൊന്നും വേണ്ട, ആരുതാ എന്നുള്ളത് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇവിടെയുള്ള കോൺസ്റ്റബിൾ പറഞ്ഞത് ഏകദേശം അനിയുടേത് പോലുള്ള ഒരു ശരീരപ്രകൃതിയാണെന്നാണ് എന്നുള്ളതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നന്ദു ആകെ നെഞ്ച് പൊട്ടി തകർന്ന് നിൽക്കുകയാണ്. അനി, നീ വല്ല കടുങ്കയും ചെയ്തോടാ, നിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലല്ലോ, നിൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, മാഡം ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ? മാഡം എത്രയും പെട്ടെന്ന് കറക്റ്റ് പോയിന്റിൽ എത്തണം, ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നന്ദു ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം ആദർശിനെയും നമ്മുടെ നയനയെയും ഇക്കാര്യം പറഞ്ഞുകൊണ്ട് നന്ദു വിളിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആകെ തകർന്ന മനസ്സോടുകൂടി നമ്മുടെ നയനയും ആദർശും അതുപോലെ തന്നെ നന്ദുവും അങ്ങോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് മുഖവും ഒക്കെ ആകെ വികൃതമായി കിടക്കുന്ന ഒരു പയ്യനെയാണ് കാണുന്നത്. ഏകദേശം അനിയുടേതുപോലെയാണ് ശരീരപ്രകൃതിയൊക്കെയുള്ളത്. അത് കണ്ടിട്ട് ആകെ നെഞ്ച് തകർന്ന് നമ്മുടെ അനി പോയല്ലോ എന്നുള്ള ആ ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ് അവർ. ഇനി അത് ആരാണ്, അനിയാണോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മൃതദേഹം ആണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിലൂടെ കാണാം.